ഹേയ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ? ബ്രഷിനെ കുറിച്ച് പറഞ്ഞത്, മോബ് ബ്രഷിനെ കുറിച്ച്. ആ ആ വീഡിയോയുടെ ബാക്കിയാണിത്. അതിൻ്റെ രണ്ടാം ഭാഗമായി നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോയിൽ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 4 ബ്രഷുകൾ മാത്രം ഉപയോഗിച്ച് ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കും ആ പരീക്ഷണം കാണാം. അങ്ങനെ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ആ ബ്രഷുകൾ വാങ്ങുമ്പോഴുള്ള ഉപയോഗങ്ങളെ പറ്റി മനസ്സിലാക്കാം. അങ്ങനെ പലതും ചെയ്തു നോക്കാം. ഇത് ചെറിയ ഒരു വർക്ക്. ഞാനതിൽ ഒരു പ്രത്യേകമായി ചെയ്യുന്നത്, ഇതുവരെ ഞാൻ പാലറ്റിൽ കളർ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തിയിരുന്നില്ല. ഇത്തവണ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഈ വർക്ക് കഴിഞ്ഞ് ചെയ്തതിന് ശേഷം ആ ഉള്ള ചിത്രം ഞാൻ ഇതിൻ്റെ സൈഡിൽ ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. പലരും അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് അയച്ചിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം കൂടി ഇതിൽ ചെയ്യുകയാണ് പറ്റും. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഒരുപാട് വ്യൂവേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മലയാളത്തിലെ പല ചാനലുകൾക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിൽ വ്യൂവേഴ്സ് കൂടി വരുന്നുണ്ട്. തീർച്ചയായും നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. നിങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്യുമ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം വെച്ച് എനിക്ക് പുതിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കൂടാതെ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാനുള്ള ഐഡിയകൾ നിങ്ങൾക്ക് അയക്കാം, നിങ്ങളുടെ സംശയങ്ങൾ അയക്കാം. അതെല്ലാം വെച്ചാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനി നമുക്കൊരു ചിത്രം വരച്ച് നോക്കാം. ഇതുകൊണ്ട് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായി, വളരെ ചെറിയ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ്. ഈ ബ്രഷുകൾ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ സെറ്റിലുള്ള 4 ബ്രഷുകൾ 8, 4, 2, 0 എന്നീ സെറ്റിലുള്ള 4 ബ്രഷുകൾ മാത്രം ഉപയോഗിച്ച് ഈ ചിത്രം ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ വളരെ സ്പീഡിൽ സ്കെച്ച് ചെയ്തു. ചെറിയ വീടും അതിൻ്റെ പരിസരവുമാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം സമയം നിങ്ങൾക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു തുടങ്ങാം. ആദ്യം നമുക്ക് ദൂരെയുള്ള ഭാഗം വാഷ് ചെയ്ത് തുടങ്ങാം. അതിനായി ഞാൻ റഷ്യൻ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ മുക്കിയപ്പോൾ കണ്ടോ, കൂടുതൽ വെള്ളം അതിലുണ്ട്. വിറ്റിച്ചാടുന്ന രീതിയിൽ അത്രയും വെള്ളം അതിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്ഥലം വാഷ് ചെയ്യാൻ പറ്റും. നന്നായി വെള്ളം മിക്സ് ചെയ്യാം. അതിനുശേഷം ഇടത്തു നിന്ന് വലത്തേക്ക് ഇതുപോലെ ഒറ്റ ലൈനായി ഇതുപോലെ വാഷ് ചെയ്യാം. വളരെ വെള്ളം നിൽക്കുന്നതാണ്. എപ്പോഴും അതിൽ വെള്ളം വറ്റിയിട്ടില്ല. വെള്ളം മുക്കിയതിന് ശേഷം യെല്ലോ ഓക്കർ അല്പം എടുത്ത് അതിന് താഴെ ഞാൻ വാഷ് ചെയ്ത് നോക്കി. ഇത് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആ ബ്ലൂ യെല്ലോ ഓക്കറിലേക്ക് ഇറങ്ങി വരുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. യെല്ലോയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഒരു അടയാളം കാണാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് അതിന് മുകളിൽ കൂടെ വാഷ് ചെയ്ത് കൊടുത്തു. ഈ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ പേപ്പർ കേടുവരാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും സ്മൂത്താണിത്. അടുത്ത ബ്രഷ് എടുത്തു. അല്പം ഓറഞ്ച് എടുത്ത് ഗ്രേ കളർ അല്പം ഉണ്ടാക്കിയതിന് ശേഷം റഷ്യൻ ബ്ലൂവിൽ മിക്സ് ചെയ്തതിനും ഗ്രേ കളർ ഉണ്ടാക്കിയ ശേഷം ആദ്യം വാഷ് ചെയ്ത ഭാഗത്ത് തന്നെ ഒന്നുകൂടി വാഷ് ചെയ്ത് നോക്കി. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. കൂടുതൽ വെള്ളം നിൽക്കുന്ന ബ്രഷായതിനാൽ താഴേക്ക് വലിച്ച് ഇറങ്ങി വരുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എല്ലാം നമുക്ക് അവസാനം കാണാം. ഇതിൻ്റെ ഫൈനൽ ചിത്രം ഞാനിവിടെ വലതുഭാഗത്ത് ഇടയ്ക്ക് ഞാൻ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒഴുക്കിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നതെന്ന്. അടുത്തത് ഞാൻ വീണ്ടും വലിയ ബ്രഷ് എടുത്തു. 4 ബ്രഷാണ് എടുത്തത്. അതിനുശേഷം ഇതുപോലെ ലെമൺ യെല്ലോ ഡയറക്റ്റ് എടുത്ത് പെർമനൻറ്റ് ഗ്രീനും ലെമൺ യെല്ലോയും എടുത്ത് ഇതുപോലെ ആ ബ്ലൂ വാഷ് ചെയ്തതിന് മുകളിൽ വാഷ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ബ്ലൂവിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാം. ഞാൻ അല്പം ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. സാധാരണ വാട്ടർ കളർ ചെയ്യുന്ന അത്രയും ചെരിച്ചിട്ടില്ല. എങ്ങനെയാണിത് ഉപയോഗിക്കുക എന്ന് പരീക്ഷിക്കുന്നതുകൊണ്ട് അല്പം മാത്രമേ ചരിച്ചിട്ടുള്ളൂ. ശേഷം ഇതുപോലെ റെഡ് ആൻഡ് ഗ്രീനും എല്ലാം ചേർത്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നേരിട്ട് കാണാം. നിങ്ങളും കഴിയുമെങ്കിൽ ഈ ബ്രഷ് വാങ്ങുക. സാധാരണക്കാരന് ഒരാൾക്കും വാങ്ങാൻ കഴിയുന്ന ഒരു ബ്രഷാണ്. ഈ ഒരു 4 ബ്രഷും കൂടാതെ ഒരു ഫ്ലാറ്റ് ബ്രഷും വേറെ ഒരു റിഗർ ബ്രഷും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വാട്ടർ കളർ ചെയ്യാൻ പറ്റും. നമ്മുടെ സാധാരണ ഹെയർ ബ്രഷിന് ഏകദേശം 250 രൂപ വില വരുന്നുണ്ട്.
അല്പം കൂടി ബേൺസീന മിക്സ് ചെയ്ത് ഒന്നുകൂടി വെള്ളം ചേർത്ത് ഇതുപോലെ ആദ്യം വാഷ് ചെയ്തതിന് മുകളിൽ ഒന്നുകൂടി വാഷ് ചെയ്ത് നോക്കി. അതും വളരെ കൃത്യമായി തന്നെ താഴേക്ക് ഇറങ്ങി വല്ലാത്തൊരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഇനി അല്പം ലെമണല്ലോ ആണ് മിക്സ് ചെയ്ത് വീടിനകത്ത്, അതായത് വീടിന് പുറകിലുള്ള ഭാഗം ഇതുപോലെ മുഴുവനായും ലെമണല്ലോ കൊണ്ടാണ് വാഷ് ചെയ്യുന്നത്. അതിനുശേഷം അല്പം ഗ്രീൻ എല്ലാം അതിൽ ചേർത്ത് ഇതുപോലെ വാഷ് ചെയ്യുന്നു. ആദ്യം വാഷ് ചെയ്ത ഭാഗത്തേക്ക് അല്പം നീട്ടി വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സ്പ്രെഡായി പോകുന്നത് കാണാം. വളരെ ലൈറ്റായാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. ബേൺസീന, ലെമണെല്ലാം തുടങ്ങിയ കളർ കൊണ്ട് താഴേക്ക് ഇതുപോലെ വാഷ് ചെയ്ത് മണ്ണിൻ്റെ ഭാഗം ഇതുപോലെ എല്ലാ ഭാഗവും വാഷ് ചെയ്ത് വിടുകയാണ്. ഇനി ഇതുപോലെ പരത്തി അല്പം വാഷ് ചെയ്ത് നോക്കിയത്, അതായത് അല്പം ബ്രഷിൻ്റെ എൻഡ് കൊണ്ടല്ലാതെ പരത്തി. അതിനുശേഷം ആദ്യം വാഷ് ചെയ്ത ഭാഗത്തേക്ക് അല്പം കയറ്റി ബ്ലൂയും എല്ലാം വെച്ച് നോക്കി. എല്ലാം വളരെ സ്മൂത്തായി ഇതുപോലെ വരുന്നുണ്ട്. ബ്രഷ് അല്പം ചരിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ ഹൈലൈറ്റ് നിർത്താൻ വേണ്ടി ഇതുപോലെ വൈറ്റ് വിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കഴിയും. ശേഷം ലൈറ്റായി താഴ്ഭാഗം ഇതുപോലെ വാഷ് ചെയ്തു. അല്പം യെല്ലോ കളർ എടുത്ത് ഇതുപോലെ ജസ്റ്റ് 2-3 ലൈനുകൾ വരച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് അതാ താഴെ വാഷ് ചെയ്ത ഭാഗത്തേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാം. ഇനി വീടിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മരമാണ് വരയ്ക്കാൻ പോകുന്നത്. അതിനല്പം സാബ് ഗ്രീൻ എടുത്ത് അല്പം ഓറഞ്ച് മിക്സ് ചെയ്ത് മുകൾ ഭാഗം ഇതുപോലെ ചില ഡോട്ടുകളെല്ലാം നിർത്തി തന്നെയാണ് വാഷ് ചെയ്യുന്നത്. അതിനുശേഷം കൂടുതൽ വെള്ളമെടുത്ത് ലൈറ്റായി വാഷ് ചെയ്തതിനു ശേഷം പെർമനൻറ്റ് ഗ്രീൻ അതിലേക്ക് ഇട്ടിച്ച് കൊടുക്കുന്നു. അല്പം ബ്ലൂയും പെർമനൻറ്റ് ഗ്രീനിൻ്റെ മുകളിലിടുമ്പോൾ സാബ് ഗ്രീനിൻ്റെ പോലുള്ള ഒരു നിറമാണ് കിട്ടുന്നത്. റെഡ് ആൻഡ് ഗ്രീൻ അല്പം കട്ടിയിൽ വാഷ് ചെയ്ത് അതിലല്പം ബ്ലൂ കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ വാഷ് ചെയ്യുന്നു. ആദ്യം വാഷ് ചെയ്ത ഭാഗത്ത് ഉണങ്ങുന്നതിന് മുമ്പാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബ്ലറായ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. എഡ്ജുകളെല്ലാം ഇതുപോലെ അല്പം ഷാർപ്പായി നിലനിർത്തുന്നു. കണ്ടോ, കൂടുതൽ സമയം വെള്ളം അതിൽ നിൽക്കുന്നുണ്ട്. കുറേ സ്ഥലം വാഷ് ചെയ്യാം, മറ്റ് ബ്രഷുകൾ പോലെയല്ല. അപ്പോൾ ഡാർക്കായി തന്നെ ബ്ലൂയും ക്രിംസൺ റെഡും വെർഡിയൻ ഗ്രീനും മിക്സ് ചെയ്ത് ഞാൻ ഇതുപോലെ ഉപയോഗിച്ച് നോക്കി. അതിനുശേഷം പ്യുവർ ഓറഞ്ച് എടുത്ത് ഇതുപോലെ താഴ്ഭാഗം ചെയ്ത് നോക്കി. നല്ല സ്മൂത്താണ്. ഇപ്പം യെല്ലോ കളർ കൊണ്ട് ബ്ലൂവിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്തു. പെർമനൻറ്റ് ഗ്രീൻ അതിന് മുകളിൽ ഇറ്റിച്ചു. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്. പെർമനൻറ്റ് ഗ്രീൻ അത്യാവശ്യം കട്ടിയായി തന്നെയാണ് ഞാൻ ഇറ്റിച്ചത്. ഇതുപോലെ പരത്തി താഴേക്ക് ബ്ലൂ ഓട്ടോമാറ്റിക്കലി ആ പെർമനൻറ്റ് ഗ്രീൻ കളറിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടോ. ഇപ്പോൾ കണ്ടോ, ഇതും ഒരു പരീക്ഷണമാണ്. അല്പം ക്രിംസൺ റെഡും റഷ്യൻ ബ്ലൂവും മിക്സ് ചെയ്ത വയലറ്റ്, അതാണ് ഞാൻ ഡയറക്റ്റായി ബ്ലൂവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം പെർമനൻറ്റ് ഗ്രീനിൻ്റെ മുകളിലും ഇതുപോലെ വയ്ക്കുന്നുണ്ട്. താഴേക്ക് ഓട്ടോമാറ്റിക്കായി ഇറങ്ങി വരുന്നു. പെർമനൻറ്റ് ഗ്രീനിൻ്റെ താഴെയും ഇതുപോലെ കൂടുതൽ വെള്ളത്തിൽ വയലറ്റ് കളർ വയ്ക്കുമ്പോൾ ഇതുപോലെ പെർമനൻറ്റ് ഗ്രീൻ താഴേക്ക് സ്പ്രെഡ് ആവുന്നു. യെല്ലോ കളർ കൊണ്ട് അതിലേക്ക് മിക്സ് ചെയ്യുന്നു. ഇനി അടുത്തത് 0 പോയിൻറ്റ് ബ്രഷ് എടുത്ത് വെർഡിൻ ഗ്രീൻ എടുത്ത് അതിൽ റഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് പുറകിലുള്ള ഭാഗം ഒന്നുകൂടി ക്ലിയർ ചെയ്യുന്നു. അതായത് മുൻപിലുള്ള മരത്തിനെ നന്നായി കാണിക്കാൻ വേണ്ടി തന്നെയാണ് പുറകിലെ ഭാഗം ഇതുപോലെ എഡ്ജുകൾ നിർത്തിക്കൊണ്ട് വെർഡിൻ ഗ്രീൻ, റഷ്യൻ ബ്ലൂ തുടങ്ങിയ കളറും അതോടൊപ്പം അല്പം ബേൺസീനയും ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഗ്രേ നിറം കിട്ടാൻ വേണ്ടിയാണ് ബേൺസീന അതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ഫ്രണ്ടിലുള്ള മരത്തിൻ്റെ എഡ്ജുകൾ ഇതുപോലെ തെളിഞ്ഞു കാണാം. ആദ്യം
വാഷ് ചെയ്ത ഭാഗം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. റെഡ് ആൻഡ് ഗ്രീനിൻ്റെയും പ്രഷ്യൻ ബ്ലൂവിൻ്റെയും ഫ്രഷ് നിറം ഇതുപോലെ വീടിൻ്റെ മുകൾ ഭാഗത്തെ പിറകിലായി വാഷ് ചെയ്യുന്നു. ദൂരേക്ക് എത്തുന്നതോടുകൂടി ഞാനതിനെ ലൈറ്റാക്കി കൊണ്ടുവരുന്നു. എഡ്ജുകളെല്ലാം വളരെ കൃത്യമായി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കൃത്യമായ ഒരു ഷേപ്പ് ആ വീടിന് ഉണ്ടാവില്ല. അത് വലിയ വ്യത്യാസമുണ്ടാക്കും പെയിൻറ്റിങ്. നമ്മൾ എഡ്ജുകൾ വളരെ കൃത്യമായി ചെയ്യണം, അതിനെപ്പോഴും ശ്രദ്ധിക്കുക. മെയിൻ ഒബ്ജക്റ്റിൻ്റെ എഡ്ജുകൾ വളരെ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ട് ഈ ബ്രഷ് കൊണ്ട് 0 പോയിൻറ്റ് ബ്രഷ് കൊണ്ട് ഞാൻ ദൂരെ നിൽക്കുന്ന ഒരു തെങ്ങ് വളരെ ഈസിയായി 3-4 സ്ട്രോക്കുകൾ കൊണ്ട് ഇതുപോലെ വരയ്ക്കുന്നു. വലത്തോട്ടും ഇടത്തോട്ടും മേലേക്കും താഴേക്കും 3-4 സ്ട്രോക്കുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വളരെ നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പെർമനൻറ്റ് ഗ്രീനാണ് അടുത്തത് എത്തിക്കുകയാണ്. ആദ്യം വാഷ് ചെയ്ത ഗ്രീനിൽ നിന്ന് ഇതുപോലെ പെർമനൻറ്റ് ഗ്രീനിലേക്ക് ഒരു ഗ്രേഡിയൻറ്റ് ഉണ്ടാക്കുകയാണ്. ചെടികളുടെ അഗ്രങ്ങളെല്ലാം ഇതുപോലെ പുള്ളികളായി അടയാളപ്പെടുത്തുന്നു. വെള്ളം ചേർത്ത് ലെമൺ യെല്ലോയിലേക്ക് അല്പം ഇറക്കി നിർത്തുന്നു. ബേൺസീനയുടെ ആദ്യം മിക്സ് ചെയ്ത് വെച്ച് നിറമെടുത്ത് പെർമനൻറ്റ് ഗ്രീനിലേക്ക് ഇതുപോലെ ബ്രഷ് സ്ട്രോക്കുകൾ കൊണ്ട് ദൂരത്തെയുള്ള ചില പാടുകൾ നിർമ്മിക്കുന്നു. കൂടുതൽ വെള്ളം ചേർത്ത് അതിലേക്ക് അതിനെ സ്പ്രെഡ് ചെയ്യുന്നു. ആദ്യം വാഷ് ചെയ്ത ഭാഗത്തെ ഓറഞ്ച് പെർമനൻറ്റ് ഗ്രീൻ മിക്സ് ചെയ്ത് എഡ്ജിൽ ഇതുപോലെ ഡോട്ടുകൾ നിർമ്മിക്കുന്നു. പലപ്പോഴും ഈ ബ്രഷ് കൊണ്ട് കളർ എടുക്കുമ്പോൾ നമ്മൾ കരുതിയിൽ കൂടുതൽ കളർ ബ്രഷിൽ വരുന്നുണ്ട്. അത് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്കത് കുറയ്ക്കാൻ കഴിയും. പെർമനൻറ്റ് ഗ്രീനാണ് ഉപയോഗിച്ചത്. ആദ്യം ഉപയോഗിച്ചത് സ്കാർലെറ്റ് റെഡ് ആണെങ്കിൽ അതിന് മുകളിൽ ഞാൻ പെർമനൻറ്റ് ഗ്രീൻ ഡയറക്റ്റായി ഉപയോഗിച്ച് ആ സ്കാർലെറ്റ് റെഡിലേക്ക് ഇറങ്ങി വരുന്ന രീതി പരീക്ഷിക്കുകയാണ്. എഡ്ജുകളെല്ലാം അല്പം സ്മൂത്താക്കി കൊടുക്കാം വെള്ളം കൊണ്ട്. സ്കാർലെറ്റ് റെഡ് പ്ലസ് പ്രഷ്യൻ ബ്ലൂ ഉപയോഗിച്ചൊരു ഗ്രേ നിറമുണ്ടാക്കി ആദ്യം വാഷ് ചെയ്ത ഭാഗത്തിൻ്റെ വെറ്റായ ഭാഗത്തിൻ്റെ അറ്റത്ത് ഇതുപോലെ വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി മുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാണാം. മണ്ണിൻ്റെ ചില ഭാഗങ്ങളാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇതെല്ലാം വെറും പരീക്ഷണമാണ്. ഞാൻ ഇങ്ങനെയല്ല ഈ ഭാഗം ചെയ്യാറ്. എന്തായാലും ഈ ഭാഗം പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. പ്രഷ്യൻ ബ്ലൂ പ്ലസ് സ്കാർലെറ്റ് റെഡ് ഉപയോഗിച്ച് ഗ്രേ കളർ ഉണ്ടാക്കി ഇതുപോലെ ചില ഷാഡോകളെല്ലാം വരയ്ക്കുന്നു. വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് അതിന് മുകളിലൂടെയും ആ റെഡ് ഗ്രേ നിറങ്ങൾ വാഷ് ചെയ്യുന്നു. അത് താഴേക്ക് ഒലിച്ച് ഇറങ്ങുന്നത് കാണാം. എഡ്ജുകളെല്ലാം അല്പം ഇതുപോലെ സ്മഡ് ചെയ്ത് കൊടുക്കുന്നു. ദൂരെയുള്ള ചെടികളായതിനാൽ അതിൻ്റെ എഡ്ജ് ഷാർപ്പായി കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. റഷ്യൻ ബ്ലൂ പ്ലസ് സാബ് ഗ്രീൻ എടുത്ത് അല്പം കട്ട് ചെയ്യാൻ എടുക്കുന്നത്. വെള്ളം കുറച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. മുൻപിലുള്ള മരത്തിൻ്റെ ഡീറ്റെയിൽസുകൾ ഇതുപോലെ ചേർക്കുന്നു. വെള്ളം കൂടുതലെടുത്ത് ആദ്യം വാഷ് ചെയ്ത കട്ടിയായ കളറിന് മുകളിൽ ഇതുപോലെ വാഷ് ചെയ്യുമ്പോൾ കട്ടിയായ കളറിലേക്ക് ഇറങ്ങി വരുന്നത് കാണാം. രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ഡാർക്കായ കളർ കൊണ്ട് വാഷ് ചെയ്ത് അതിൻ്റെ മുകളിൽ ലൈറ്റായ കളർ വാഷ് ചെയ്യാം. അപ്പോൾ ലൈറ്റായ കളർ ഓട്ടോമാറ്റിക്കലി ഡാർക്കായ കളറിലേക്ക് ഇറങ്ങി വരും. അതുകൂടാതെ ലൈറ്റായ കളർ വാഷ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഡാർക്കായ കളർ വാഷ് ചെയ്തും നമുക്ക് വ്യത്യസ്ത തരം
ടെക്സ്ചറുകളും ഫ്ലോകളും ഉണ്ടാക്കാം. മരങ്ങളുടെ ചില്ലകളെല്ലാം ഇപ്പോൾ തന്നെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ഫ്ലാറ്റായി ഞാൻ വാഷ് ചെയ്ത് കണ്ടില്ലേ. വളരെ ഈസിയായാണ് ഞാൻ ആ ഭാഗം വാഷ് ചെയ്യുന്നത്. അല്പം ഡോട്ടുകളെല്ലാം എഡ്ജിൽ നിർത്തിക്കൊണ്ട് ഇതുപോലെ ചെയ്യുന്നു. മരത്തിൻ്റെ ഭാഗം അല്പം ഇതുപോലെ നിർത്തി ബാക്കി ഭാഗമാണ് വാഷ് ചെയ്യുന്നത്. വയലറ്റ്, സാബ് ഗ്രീൻ തുടങ്ങിയ കളറുകൾ ഉപയോഗിക്കുന്നു. നെഗറ്റീവ് പെയിൻറ്റിങ് രീതിയിലാണ് ആ ഭാഗം ഞാൻ ചെയ്തത്. നെഗറ്റീവ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ടാൽ അതിൽ ഞാൻ നെഗറ്റീവ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഡാർക്കായ കളറിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലെമൺ യെല്ലോ ഇതുപോലെ വാഷ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡാർക്കായ കളർ ലെമണിലേക്ക് ഇറങ്ങി വരും. എഡ്ജുകളെല്ലാം അല്പം പുല്ലിൻ്റെ ആകൃതിയിൽ ഇതുപോലെ സ്മൂത്തായി നിർത്തുന്നു. ഇതിനെല്ലാം ഈ ബ്രഷ് വളരെ ഉചിതമായ ബ്രഷാണ്. കാരണം ഇതിൻ്റെ എഡ്ജ്, ഇതിൻ്റെ ഷാർപ്നെസ് ഭയങ്കരമായ റെഗുലർ ബ്രഷ് പോലുള്ള ഷാർപ്നെസ് ആണ്. എല്ലാ ബ്രഷും അതുപോലെ തന്നെയാണ്, ഷാർപ്പ് എഡ്ജാണ്. നമുക്ക് പരത്തിയും വാഷ് ചെയ്യാം, വളരെ ഷാർപ്പായും വാഷ് ചെയ്യാം. ഇതിൽ പല സ്ഥലങ്ങളിലും റിഗർ ബ്രഷ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഈ 0 പോയിൻറ്റ് ബ്രഷ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ഈസിയായി എഡ്ജുകളെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് പറഞ്ഞത്, ഈ ഒരു 4 സെറ്റ് ബ്രഷും ഒരു ഫ്ലാറ്റ് ബ്രഷും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റായും വാഷ് ചെയ്യാം, ലൈനുകൾ തിരിച്ചും അതുപോലെയും വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സൗകര്യപ്രദമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ക്രിംസൺ റെഡ് അല്പം എടുത്ത് അതിൽ അല്പം ഓറഞ്ച് മിക്സ് ചെയ്ത് നമുക്ക് ഓടിൻ്റെ ഭാഗമാണ് വരയ്ക്കാനുള്ളത്. അതിനാൽ നമ്മൾ അതിലല്പം ഗ്രേ നിറങ്ങൾ, അതായത് റെഡിൻ്റെ ഗ്രേ നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് ക്രിംസൺ റെഡിൽ റഷ്യൻ ബ്ലൂ ഉപയോഗിച്ചത്. അല്പം ഓറഞ്ച് എടുത്ത് അതിൽ മിക്സ് ചെയ്ത് താഴേക്ക് വാഷ് ചെയ്യാം. ഇവിടെ വാഷ് ചെയ്യുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളമുള്ള രീതിയിലാണ് ആദ്യം വാഷ് ചെയ്തത്. ഇനി ഓടിൻ്റെ മുകളിലുള്ള ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി അല്പം പരത്തി വാഷ് ചെയ്യുന്നത് കാണാം. എഡ്ജെല്ലാം ക്ലിയർ ചെയ്യാൻ വെള്ളമുള്ള രീതിയാണ് നമുക്ക് നല്ലത്. എഡ്ജെല്ലാം, ഇലകളെല്ലാം ഇതുപോലെ, മരത്തിൻ്റെ ഇലകളെല്ലാം ഇതുപോലെ വേർതിരിച്ച് എഡ്ജ് ക്ലിയർ ആയ ശേഷം നന്നായി തുടച്ച് ഇതുപോലെ പരത്തി വാഷ് ചെയ്താൽ ഓടിന് മുകളിലുള്ള ഹൈലൈറ്റ് ഇതുപോലെ നിർത്താൻ പറ്റും. വളരെ റഫായി തന്നെ നമുക്കത് അവിടെ വാഷ് ചെയ്യാൻ കഴിയും. അതിനുശേഷം താഴെ ഗ്രേ കളർ കൊണ്ട് മുൻപിലുള്ള ആ ഷീറ്റിൻ്റെ ഭാഗം ഇതുപോലെ വരയ്ക്കാം. വളരെ ഷാർപ്പായ എഡ്ജ് കിട്ടുന്നതുകൊണ്ട് തന്നെ ലൈനുകൾ വരയ്ക്കാനെല്ലാം ഒരൊറ്റ ബ്രഷ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. പരത്തിയും വാഷ് ചെയ്യാം, ലൈനായും വാഷ് ചെയ്യാം. എന്തൊരു സുഖമാണല്ലേ. എന്തായാലും ഈ ബ്രഷ് നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉപയോഗിക്കാൻ വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എത്ര ദിവസം ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നതിൽ എനിക്ക് സംശയമുണ്ട് തോന്നുന്നു. ചിലപ്പോഴെല്ലാം പാലറ്റിൽ നൂല് കൊഴിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു, ഇതിൻ്റെ മുടി കൊഴിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടു. ഈ ഒരു ചിത്രം വരച്ചപ്പോഴേക്ക് ഒരു 5-6 മുടിയെങ്കിലും കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ കൊഴിയുകയാണെങ്കിൽ നമ്മളൊരു 10 ചിത്രം വരയ്ക്കുമ്പോഴേക്ക് ബ്രഷ് കഴിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ് എന്ന് തോന്നുന്നു. ആദ്യം ചിലപ്പോൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ കൊഴിയുമായിരിക്കാം. എന്തായാലും ബാക്കിയുള്ള ദിനങ്ങളിൽ നിങ്ങൾക്ക് ഈ ബ്രഷ് കൊണ്ടുള്ള വർക്കുകൾ കാണാം. ഇപ്പോൾ ഞാൻ വാഷ് ചെയ്തത് റഷ്യൻ ബ്ലൂ കൊണ്ടുള്ള വാഷാണ്. ഇത് ഷാഡോ വരുന്ന ഭാഗമാണ്, വീടിൻ്റെ ഉൾഭാഗത്ത് ഷാഡോ വരുന്ന ഭാഗമാണ്.
അതിലൽപ്പം യെല്ലോ ഓക്കർ താഴെ വാഷ് ചെയ്തു. അതിനുശേഷം ബേൺസീന അതിനും താഴെ ഇതുപോലെ വാഷ് ചെയ്തു. അതായത് 3 കളറുകൾ, പ്രഷ്യൻ ബ്ലൂ, യെല്ലോ ഓക്കർ, ബേൺസീന തുടങ്ങിയ കളറുകളാണ് ഉപയോഗിച്ചത്. അവസാനമായി അല്പം കൂടി ബേൺസീന വാതിലിൻ്റെയും ആ താഴ്ഭാഗത്ത് ഉപയോഗിക്കുകയാണ്. എഡ്ജുകളെല്ലാം വളരെ കൃത്യമായി ചെയ്താൽ വളരെ നന്നായി നമുക്ക് പെയിൻറ്റിങ് ആസ്വദിക്കാൻ കഴിയും. ആ മരത്തിൻ്റെ കൊമ്പ് അല്പം വീടിന് മുമ്പിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആദ്യം അവിടെ വാഷ് ചെയ്തപ്പോഴും അത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ വീടിൻ്റെ ഉൾഭാഗത്തുള്ള ഷാഡോ വെച്ച് ഞാൻ ആ മരത്തിൻ്റെ ചില്ലയെ മരത്തിൻ്റെ തൂങ്ങി നിൽക്കുന്ന ഭാഗത്തെ വേർതിരിച്ച് ഇലകളായി കാണിക്കുന്നു. ഇത് വീടിൻ്റെ തിണ്ണയുടെ ഭാഗമാണ്. ഇതുപോലെ വയലറ്റ് നിറത്തിൽ അത് വാഷ് ചെയ്ത് മുൻപിലുള്ള ആ തിണ്ടിനെ വേർതിരിച്ച് കാണിക്കുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഫ്രഷ് വയലറ്റ് ഒന്നും നമുക്ക് അവസാനം ഉണങ്ങി കഴിയുമ്പോൾ റിസൾട്ടിൽ കിട്ടുകയില്ല. അല്പം ബേൺസീന മിക്സ് ചെയ്ത് മുൻപിലുള്ള തിണ്ടിൻ്റെ അടിഭാഗം ഇതുപോലെ വാഷ് ചെയ്യുന്നു. അല്പം യെല്ലോ ഓക്കറും അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ വാഷ് ചെയ്ത് നിർത്തി. എന്തിനാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് അടിഭാഗം ഒരു പാച്ചായി തന്നെ വാഷ് ചെയ്ത് അതിന് ശേഷം ഇതിന് മുകളിൽ വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വെള്ളം ഉപയോഗിക്കാതെ ഇതുപോലെ വാഷ് ചെയ്യുമ്പോൾ അടിയിലുള്ള ആ ബേൺസീനയുടെ നിറം മുകളിലേക്ക് കയറി പോകുന്നത് കാണാം. ചളി പിടിച്ച ഒരു തിണ്ണയുടെ രീതി നമുക്ക് അവിടെ കാണിക്കാൻ കഴിയും. അതിനുശേഷം ബേൺസീനയുടെയും പ്രഷ്യൻ ബ്ലൂവിൻ്റെയും ഡാർക്ക് നിറങ്ങൾ കൊണ്ട് അതിൻ്റെ എഡ്ജ് ക്ലിയർ ചെയ്യുന്നു. ഇപ്പോൾ ഈ ഭാഗം ഉണങ്ങിയിട്ടുണ്ട്. ആദ്യം ചെയ്ത വാഷ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിലേക്ക് കടക്കാം. സ്കാർലറ്റ്, പ്രഷ്യൻ ബ്ലൂ തുടങ്ങിയ കളറുകളുണ്ട്. ഗ്രേയിഷ് വയലറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അല്പം ഡാർക്കായാണ് ചെയ്യുന്നത്, അതായത് വെള്ളം കുറച്ചാണ് ചെയ്യുന്നത്. ഇതുപോലെ ഓടിന് മുകളിലുള്ള ഡോട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. ഈ ഓടിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഡോട്ടുകൾ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ശേഷം ആ ഷീറ്റ് മേഞ്ഞതിൻ്റെ അഗ്രഭാഗം ഓടിനുള്ളിൽ കാണുന്ന ഡാർക്കായി ഇതുപോലെ നമുക്ക് ലൈനുകൾ കൊണ്ട് ഉണ്ടാക്കാം. ഷീറ്റിൻ്റെ ലൈനുകൾ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ചില ഭാഗങ്ങളിൽ കൂടുതൽ ഡോട്ടുകളിട്ട് ഡാർക്കായി റഫായി ചെയ്യാം. ഇനി ഈ ഭാഗത്ത് കൂടുതൽ ഷാഡോകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആ മരച്ചില്ലയുടെ ഷാഡോ ഷീറ്റിന് മുകളിൽ വീഴുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം വീടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. വാതിലിന് മുകളിൽ വീഴുന്ന ഷാഡോ ആണ് ഗ്രേയിഷ് വയലറ്റ്, അതായത് സ്കാർലറ്റ് റെഡും പ്രഷ്യൻ ബ്ലൂ ഉപയോഗിച്ച നിറം കൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്തത്. ഇനി അതിനടുത്തുള്ള ജനലും ഇതുപോലെ വളരെ സിമ്പിളായി ലൈനുകളിട്ട് ചെയ്യാം. ആ ഷീറ്റിന് താങ്ങി നിർത്തുന്ന തൂണുകളെ ഇതുപോലെ വേർതിരിക്കാം. അതിനെല്ലാം ഈ ഒരൊറ്റ ബ്രഷ് ഉപയോഗിച്ചാൽ മതി.
തിണ്ടിനപ്പുറത്തുള്ള നിറം കാണിക്കുന്നത് അതിൻ്റെ നിഴലിനെയാണ്. അപ്പുറത്തുള്ള തിണ്ടിൻ്റെ സൈഡ് ഭാഗം, വെളിച്ചം തട്ടാത്ത ഭാഗം വയലറ്റ് കൊണ്ടാണ് ഞാൻ കാണിച്ചത്. തിണ്ടിൻ്റെ വെളിച്ചം തട്ടാത്ത ഭാഗത്ത് ഇതുപോലെ ബേൺസിനെ കൊണ്ടും വേർതിരിക്കുന്നു. അതിനുശേഷം നിലത്ത് വീണ് കിടക്കുന്ന നിഴൽ കൂടി വയലറ്റ് കൊണ്ട് വരയ്ക്കേണ്ടതുണ്ട്. ഇതുപോലെ ഉൾഭാഗം നിലത്ത് തിണ്ടിൻ്റെ നിഴൽ വരുന്ന ഭാഗം ഇതുപോലെ വരയ്ക്കാം. ഇത്തരം ചെറിയ ചെറിയ ഡീറ്റെയിലുകളാണ് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ജീവൻ. അവിടെയും ഒരു തൂണ് വരച്ച് ചേർക്കുന്നു. ഇതുകൂടാതെ ഷീറ്റിൻ്റെ അഗ്രം അല്പം ഡാർക്കായ ചില ലൈനുകളും ഡോട്ടുകളും കൊണ്ട് അഗ്രം വേർതിരിക്കുന്നു. അല്പം ഡാർക്കായ കളറെടുത്ത് ഇതുപോലെ ഉൾഭാഗം വേർതിരിച്ച് കാണിക്കുന്നു. കൂടാതെ ഒരു തൂണ് കൂടിയോടെ വരയ്ക്കുന്നു. ജനലിൻ്റെ സൈഡെല്ലാം അല്പം കൂടി ഡീറ്റെയിൽസുകൾ ചേർക്കുന്നു. അതിൻ്റെ അഗ്രം അല്പം കൂടി ഡാർക്കാക്കി വാഷ് ചെയ്യുന്നു. ഇനി മരത്തിൻ്റെ ഭാഗം നമുക്ക് മരത്തിൻ്റെ ഉള്ളിൽ കാണുന്ന കൊമ്പുകൾ വരയ്ക്കാം. അത് നമ്മൾ ഡാർക്കായി കാണുന്ന ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വെറും മരത്തിൻ്റെ ചില്ലകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ചില്ലകൾ ഇതുപോലെ വരയ്ക്കാൻ ഈ ബ്രഷ് നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇതിനെ റിഗർ ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ റിഗർ ബ്രഷ് ഉപയോഗിക്കുന്നതേ ഇല്ല. എല്ലാം ഈ ഒരൊറ്റ 0 പോയിൻറ്റ് ബ്രഷ് കൊണ്ടാണ് വരയ്ക്കുന്നത്. ഡാർക്ക് വയലറ്റ് ഉപയോഗിച്ചാണ് ഉള്ളിലുള്ള ഈ മരം വരയ്ക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിങ് ചെയ്യുന്നത്. പുറകിലുള്ള ലെമൺ യെല്ലോയെ നിർത്തി അതിന് മുകളിൽ വയലറ്റ് ഗ്രേ കൊണ്ട് ഇതുപോലെ മരത്തിൻ്റെ ഭാഗം നിർത്തി ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നത്. നെഗറ്റീവ് പെയിൻറ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ നെഗറ്റീവ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു എപ്പിസോഡുണ്ട്, അത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ മുകളിൽ കാർഡ് ചേർക്കാം. നിങ്ങൾ അതിലേക്ക് കൂടി പോയി നെഗറ്റീവ് പെയിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. നെഗറ്റീവ് പെയിൻറ്റിങ് നല്ലൊരു മെത്തേഡാണ് വാട്ടർ കളർ. പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായും നിങ്ങളത് കാണുക.
മരത്തിൻ്റെ ഇലകളുടെ ഡീറ്റെയിൽസ് ഓടിന് മുകളിലേക്ക് നീട്ടി സാബ് ഗ്രീൻ കൊണ്ട് വരയ്ക്കാം. ഇനി ഓടിന് മുകളിൽ അല്പം ഷാഡോകൾ വരയ്ക്കാം. മരം ഓടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിൻ്റെ അടിഭാഗത്ത് കാണുന്ന ഷാഡോകൾ. അതിനുവേണ്ടി സ്കാർലറ്റ് റെഡും പ്രഷ്യൻ ബ്ലൂ ഉപയോഗിച്ച് പെയിൻറ് ചെയ്തതിന് ശേഷം അതിനെ ഓടിന് മുകളിലേക്ക് ഇതുപോലെ ചെരിച്ച് ലൈനുകൾ ഉപയോഗിച്ച് വരച്ച് ചേർക്കാം. വീണ്ടും ഗ്രീനിലേക്ക് തന്നെ വന്നു. താഴെയുള്ള പുല്ലുകളും പുൽനാമ്പുകളുമെല്ലാം വരയ്ക്കാൻ ഈ ബ്രഷ് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. പലപ്പോഴും റിഗർ ബ്രഷൊക്കെയാണ് ഇതിന് ഉപയോഗിക്കാറ്. പക്ഷേ ഇവിടെ ഞാൻ ഈ ഒറ്റ ബ്രഷ് 0 പോയിൻറ്റ് ബ്രഷ് കൊണ്ട് അതിൻ്റെ എഡ്ജ് കൊണ്ട് ഇതുപോലെ ലൈനുകളെല്ലാം വരച്ച് ചേർക്കുന്നുണ്ട്. ചില ഡീറ്റെയിലുകളെല്ലാം ഇതുപോലെ സ്കാർലറ്റ് റെഡ്, പ്രഷ്യൻ ബ്ലൂ തുടങ്ങിയ കളർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ചില ഡോട്ടുകളെല്ലാം ചേർത്ത് പലപ്പോഴും പ്ലെയിൻ വാഷുകൾ ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ ചെയ്ത് ആ ഭാഗം വളരെ സുന്ദരമാക്കാൻ കഴിയും. വളരെ ഈസിയായി നമുക്ക് സ്ട്രോക്കുകൾ നിർമ്മിക്കാം. കാരണം വെള്ളം കൂടുതലുള്ളതിനാൽ നമുക്ക് വീണ്ടും 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 ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം കിട്ടുന്നതാണ്. ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിന് കൂടെ ഞാൻ ഇതിൻ്റെ ബ്രഷിൻ്റെ മാത്രം ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഈ ബ്രഷ് കൊണ്ട് എങ്ങനെ വരയ്ക്കാമെന്ന വീഡിയോ ആണ്. അതിനുശേഷം നിങ്ങൾ ബ്രഷിൻ്റെ വീഡിയോ കൂടി കാണണം. അത് ഇതിന് മുകളിൽ ഞാൻ കാർഡായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ അവസാനം ഇതിൻ്റെ ലിങ്ക് ചേർക്കാം. നിങ്ങൾ ആ ലിങ്കിൽ പോയി മറ്റ് വീഡിയോ കൂടി കാണുക.